അങ്ങനെ ഫൈനലിൽ ഇതാ എക്സാം ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഓർലിക്സും 2 എഗ്ഗും കഴിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. എക്സാം വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയാണ്. കഴിഞ്ഞ എക്സാം എൻ്റെത് അവിടെ തന്നെ ആയിരുന്നു. ഇതിന്റെ ഡിഗ്രീന്റെ ലാസ്റ്റ് എക്സാം ആണ്. പാസ് ആയാലും കേട്ടോ. അപ്പൊ ഞാൻ പാസ്സാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നത്. പോണ വഴിയിലാണ് ഞങ്ങൾ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഉമ്മ ആണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് മാംഗോ ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിയിൽ ഞാൻ എന്റെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ഇടക്ക് പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആഷിക്ക് അങ്ങനെ എന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പോണ വഴിയിലാണ് ഞങ്ങൾ മാംഗോ എല്ലാം കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോകുന്നത്. പാവണന്റെ ചിക്കൻ 3 മണിക്കൂർ എന്റെ എക്സാം കഴിയണവരെ കാത്തിരിക്കണം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വയനാട് പോകാൻ അത്ര വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പോണ വഴികളൊക്കെ അടിപൊളിയായതുകൊണ്ട് എന്തായാലും നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ എക്സാമിന് പോകാൻ നല്ല പേടിയുണ്ട്. കാരണം 2 ദിവസം മുമ്പാണ് എക്സാമിന് പഠിക്കാതിരിക്കുന്നത്. അതും ആദ്യമായിട്ട്. ആ 1ാമത്തെ ദിവസമാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. വണ്ടിയിൽ കയറിയ പിന്നെ എനിക്ക് പഠിക്കാനോ ഫോൺ നോക്കാനോ ഒന്നും കഴിയില്ല. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. ആ കാണുന്ന റോഡിലാട്ടോ എന്റെ ഹോസ്റ്റൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ എക്സാം എഴുതാൻ വന്നപ്പോൾ ഇവിടെയാണ് കോളേജ് ഉള്ളത്. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. അതിന്റെ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ഷവർമ വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഷവർമ എല്ലാം വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. അവിടുന്ന് വാങ്ങിയ ഷവർമ കഴിച്ചിട്ടില്ല. അതിനിടയിൽ ആഷികക്ക് എന്തെല്ലോ വേറെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മോമോസും വടാപ്പാവും പോലത്തെ എന്തോ ഒരു വേറെ സാധനമെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ നമ്മൾ നല്ലൊരു പച്ചപ്പുള്ള ഒരു സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ കഴിക്കാൻ പ്ലാൻ ഇട്ടത്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി മോമോസും ഷവർമ എല്ലാം കഴിച്ച് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് പിന്നെ നാട്ടിലോട്ട് വിട്ടത്. കുറച്ചെത്തിയപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചുരമൊക്കെ എത്തിയപ്പോൾ നമ്മൾ നല്ല ഊട്ടിപ്പറക്കൊക്കെ വാങ്ങിയിട്ടാണ് നാട്ടിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയുള്ളൂ. നെക്സ്റ്റ് കുഞ്ഞു വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ.